എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമ്മുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്ക് ഇന്ന് രാവിലെ ഒരു വീഡിയോ നമ്മൾ ഇട്ടിരുന്നു. ഇന്ന് രാവിലെ എന്ന് പറയുമ്പോൾ 9-ാം തീയതി രാവിലെ ഒരു വീഡിയോ ഇട്ടിരുന്നു. നമ്മുടെ പരീക്ഷയ്ക്ക് എങ്ങനെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്, നിങ്ങളുടെ നോട്ടിഫിക്കേഷനെ സംബന്ധിച്ച മുഴുവൻ വിവരങ്ങളും നമ്മൾ എന്ത് ചെയ്തിരുന്നു, ആ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരുന്നു. നമ്മൾ രണ്ടാമത് ഒരു വീഡിയോ ചെയ്യുന്നത് വിദ്യാവീതിക്ക് ഒരു പരിശീലനം, കേട്ടറ്റ് പരിശീലനം. അപ്പൊ ആ കേട്ടറ്റ് പരിശീലനത്തെ കുറിച്ചിട്ട് നിങ്ങളോടൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ. എങ്ങനെ പഠിച്ചാൽ നമുക്ക് ഈ പറയുന്ന പരീക്ഷയ്ക്ക് നേടാൻ പറ്റും? തുടക്കത്തിലെ തന്നെ പറയാം, കാറ്റഗറി 3ക്ക് നമുക്ക് പരിശീലനമില്ല. കാറ്റഗറി 3ക്കാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് നിൽക്കാം, അല്ലെങ്കിൽ പോവാം. കാരണം കാറ്റഗറി 3ക്ക് നമുക്ക് കോച്ചിങ് ഇല്ല. 45 ദിവസത്തെ പരിശീലനമാണ് നമ്മൾ ആരംഭിക്കുന്നത്. എത്രയാണ്? 45 ദിവസത്തെ പരിശീലനം. ഓർത്തെഴുതോളം, 45 ദിവസത്തെ പരിശീലനമാണ് നമ്മൾ ആരംഭിക്കുന്നത്. ഈ 45 ദിവസമാണ് നമുക്ക് കാറ്റഗറി 3യുടെ സിലബസ് തീർക്കാൻ പറ്റില്ല. പോരാതിന് അവർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇംഗ്ലീഷിലൊക്കെ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് അവരുടെ ഒപ്പം നമുക്കൊന്ന് പിടിച്ചെത്താനായിട്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കാറ്റഗറി 1, 2, 4 ഈ 3 വിഷയങ്ങൾക്കാണ്, ഈ 3 വിഭാഗങ്ങൾക്കാണ് നമ്മളുടെ പരിശീലനം നമ്മൾ ആരംഭിക്കുന്നത്. അപ്പൊ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, കാറ്റഗറി 3ക്കാരെ ഈ വീഡിയോ കണ്ടു നിൽക്കേണ്ടതില്ല. നമുക്ക് പരിശീലനം നിലവിൽ ഇല്ല എന്നുള്ളതാണ് വസ്തുത. ഓക്കെ, ഇനി നമ്മളുടെ കോച്ചിങ് ആരംഭിക്കുന്നത് തിങ്കളാഴ്ചയാണ്, വിഷു ദിനത്തിലാണ്. ഏപ്രിൽ 14-ാം തീയതി തിങ്കളാഴ്ചയാണ് നമ്മളുടെ ബാച്ച് ആരംഭിക്കുന്നത്. നമുക്ക് ആകെ 200 പേരെയാണ് നമ്മൾ ഈ ബാച്ചിൽ പങ്കെടുപ്പിക്കുന്നത്. കേട്ടറ്റ് പരീക്ഷയ്ക്ക് നമ്മൾ കോഴ്സിൽ പങ്കെടുപ്പിക്കുന്നത്. അതിൽ നമുക്കിപ്പം 31 കുട്ടികൾ ഓൾറെഡി അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. കുട്ടികളല്ല, അധ്യാപകർ ഓൺലൈൻ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. ഇതൊരു സ്പെഷ്യൽ പരീക്ഷ ആയതുകൊണ്ടും 2019 വരെ സർവീസിൽ കയറിയ ആളുകൾക്കാണ് ഈ പരീക്ഷ എഴുതാൻ പാടുള്ളൂ എന്നുള്ള ഒരു ആനുകൂല്യം ഉള്ളതുകൊണ്ടും അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റും മറ്റ് ഈ പറയുന്ന പരീക്ഷാ കേന്ദ്രത്തിലേക്കുള്ള ഹോൾ ടിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകുകയുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ടും അങ്ങനെയുള്ളവർ മാത്രമാണ് ഈ ഒരു ബാച്ചിൽ പരീക്ഷ എഴുതാൻ യോഗ്യരായിരിക്കുന്നത്. അപ്പം അങ്ങനെ യോഗ്യത നേടിയിരിക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 133/2024 ഇറങ്ങിയ സർക്കുലറാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഒരു സ്പെഷ്യൽ പരീക്ഷ മെയ് 2025 നടത്തും. അതിന്റെ ഫലപ്രഖ്യാപന തീയതി വരെ എല്ലാ ആനുകൂല്യങ്ങളും ഇളവുകളും ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. അപ്പൊ അതിനുശേഷം ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം അവിടെ വളരെ നിൽക്കുകയാണ്. ആ ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരവാണ് ഈ പരീക്ഷ. ഈ പരീക്ഷ നിങ്ങൾ വിജയിച്ചാൽ നിങ്ങൾക്ക് പിന്നെ വേറെ ഒന്നും പേടിക്കാനില്ല. നിങ്ങൾക്ക് മുന്നോട്ട് നിങ്ങൾ മുന്നോട്ട് പൊക്കൊണ്ടേയിരിക്കും. നിങ്ങൾക്കറിയാം എന്താണ് ഈ പറയുന്ന പരീക്ഷ എങ്ങനെയാണ് ഈ അപേക്ഷ വെക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകളും എങ്ങനെയാണ് നടക്കുന്നതെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നൽകുന്നത് കുറച്ച് കാര്യങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് ഓൺലൈൻ ക്ലാസ്സാണ്. ഓൺലൈൻ ക്ലാസ്സിന്റെ സമയക്രമം എന്ന് പറയുന്നത് രാത്രി 8:30 മുതൽ 10 മണി വരെയാണ്. 8:30 മണി മുതൽ 10 മണി വരെയാണ്. ഇത് നോർമൽ എല്ലാ ദിവസവും ഉണ്ടാവും. നിങ്ങൾക്ക് തിങ്കളാഴ്ച മുതൽ ഞായറാഴ്ച വരെ ഡെയിലി റുട്ടീനായിട്ട് 8:30 മുതൽ 10 മണി വരെ ക്ലാസ് ഉണ്ടാവും. ആ ക്ലാസ് ഗൂഗിൾ മീറ്റ് വഴിയാണ് നിങ്ങൾക്ക് നടത്തുന്നത്. അപ്പം കാറ്റഗറി 2 വിഭാഗക്കാർക്ക് സയൻസ്, സോഷ്യൽ സയൻസ് ഇത് രണ്ടും സെപ്പറേറ്റ് വിഷയങ്ങളാണ്. ബാക്കിയെല്ലാം ഒരുമിച്ചാണ് നടത്തുന്നത്. കാറ്റഗറി 1, 2, 4 ഇവരുടെ മലയാളം, ഇംഗ്ലീഷ്, സൈക്കോളജി, പെഡഗോജി ഇത് 3ഉം ഒരുപോലെയാണ്. കാരണം അവരുടെ സിലബസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നോക്കിയാൽ അറിയാം, എല്ലാം ഒരുപോലെയാണ്. കാരണം എല്ലാം LP, UP വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതായതുകൊണ്ട് എല്ലാം ഒരേ സിലബസ് തന്നെയാണ്, വ്യത്യാസമില്ല. പിന്നെ അതുപോലെ തന്നെ കാറ്റഗറി 2ന്റെ അകത്ത് വരുന്ന മാത്സ് കാറ്റഗറി 1ന് വരുന്ന സെയിം സിലബസ് തന്നെയാണ്. അതുകൊണ്ട് അതും നമ്മൾ സെപ്പറേറ്റ് എടുക്കും. നമ്മൾ സെപ്പറേറ്റ് എടുക്കുന്നത് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ വിഷയങ്ങൾ, അതായത് സോഷ്യൽ സയൻസ് എഴുതുന്നവർക്ക് 60 മാർക്കിന്റെ സോഷ്യൽ സയൻസിന്റെ ക്ലാസ് എടുക്കും. അത് 4 വിഷയങ്ങളിലാണ്, 4 ഉപവിഷയങ്ങളുണ്ട്. അതായത് ഏതൊക്കെയാണ്? നമുക്ക് അറിയാവുന്നതുപോലെ പൊളിറ്റിക്കൽ സയൻസ്, ഹിസ്റ്ററി, ജോഗ്രഫി, പിന്നെ എക്കണോമിക്സ്. ഇങ്ങനെ 4 വിഷയങ്ങളാണ് അതിൻ്റെ അകത്ത്. ഈ 4 വിഷയങ്ങളും ചേർത്തിട്ട് നിങ്ങൾക്ക് സോഷ്യൽ സയൻസിന്റെ 60 മാർക്കിനുള്ള ചോദ്യം നിങ്ങൾക്ക് നടത്തും. അതിന്റെ സമയം എന്ന് പറയുന്നത് 6:30 മുതൽ 7:30 വരെ അല്ലെങ്കിൽ 8 വരെ ആയിരിക്കും. 6:30 മുതൽ 7:30 വരെ അല്ലെങ്കിൽ 8 വരെ ആയിരിക്കും. ചെറിയ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ക്ലാസ്സുകൾ തമ്മിൽ വരാം. അത് നിങ്ങൾ പിന്നീട് നോക്കിയാൽ മതി. പിന്നെ ഉള്ളത് അടുത്ത ഘട്ടം എന്ന് പറയുന്നത്, നമുക്ക് വൈകുന്നേര സമയങ്ങളിലോ രാവിലെ സമയങ്ങളിലോ ഒരു ക്ലാസ് ഉണ്ടാവും. അത് നമ്മൾ എപ്പോഴാണെന്നുള്ളത് നമ്മൾ ടീച്ചർമാരോട് പറഞ്ഞിട്ടുണ്ട്.
ആ പറഞ്ഞതനുസരിച്ചിട്ട് നമ്മൾ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കും. അവര് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള സമയം അവരോട് കൂടെ ചോദിച്ചിട്ട് അവർക്ക് എപ്പോഴാണ് അതിന് പറ്റുന്ന ഒരു സമയം നോക്കി കഴിഞ്ഞാൽ ഒന്നുകിൽ പ്രഭാതത്തിൽ രാവിലെ സൂര്യനെ കുതിച്ചു ഉയരുന്ന സമയത്തിന് മുന്നേ, അല്ലെങ്കിൽ ഉച്ച തിരിഞ്ഞ് നിങ്ങളുടെ ഉറക്കമൊക്കെ ഒന്ന് മാറി ഒരു 4:30-5 മണിയൊക്കെ ആകുമ്പോൾ ആ സമയത്തായിരിക്കും നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുകൾ കാര്യങ്ങൾ നൽകുക. ഇനി അടുത്തത് റെക്കോർഡഡ് വീഡിയോ ക്ലാസ്. റെക്കോർഡഡ് വീഡിയോ ക്ലാസ് എന്ന് പറഞ്ഞാൽ 2 തരത്തിലാണ് നിങ്ങൾക്ക് നൽകുന്നത്. ഒന്നെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ നടക്കുന്ന എല്ലാ ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ചെയ്യപ്പെടും. ഇപ്പൊ ഞാൻ ഈ നടത്തുന്നത് ഗൂഗിൾ മീറ്റിലാണ്, ഇത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യപ്പെടും. ആ റെക്കോർഡ് ചെയ്യപ്പെടുന്ന ക്ലാസ്സുകളെല്ലാം അന്നന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതായത് ഇന്നത്തെ ക്ലാസ് നാളെ നിങ്ങൾക്ക് ഈ പറയുന്ന നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് എത്തിച്ചു തരും. പിന്നെ രണ്ടാമത്തെ റെക്കോർഡഡ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഈ ക്ലാസ്സുകൾ അല്ലാത്ത സമയമുണ്ടല്ലോ, ഈ ഒഴിവ് സമയങ്ങളിൽ നിങ്ങൾക്ക് പഠിക്കാം. നമ്മുടെ വിദ്യാവിധി ടീച്ചർ പ്ലസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് A-to-Z സിലബസ് അനുസരിച്ചിട്ടുള്ള ഓരോ ടോപ്പിക്കുകളുടെയും ക്ലാസ്സുകൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അല്ലാത്ത സമയത്ത് സ്വയം പഠനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇനി മോട്ടിവേഷൻ ക്ലാസ്. നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം ഈ ഒരു പരീക്ഷ കഴിഞ്ഞാൽ എന്നെ പിരിച്ചു വിടുമോ, അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം. ആ ഒരു ടെൻഷൻ തലയിൽ കയറി ഇരിക്കുന്നതുകൊണ്ട് പഠിക്കാനും തോന്നുന്നില്ല, ഇരിക്കാനും തോന്നുന്നില്ല, കുടിക്കാനും തിന്നാനും ഒന്നും തോന്നുന്നില്ല. അപ്പം അങ്ങനെയുള്ള ചിന്തകൾ മാറ്റുക. അല്ലെങ്കിൽ ഈ പരീക്ഷ ഹോളിൽ ഞാൻ ചെന്നിരുന്നിട്ട് ഈ പരീക്ഷ ഞാൻ ജയിച്ചില്ലെങ്കിൽ എന്തു ചെയ്യും? ഇപ്പൊ എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഓർക്കും, ഇത് ഏതാണ് ഇവനെങ്കിലും ഈ പറയുന്നത് എന്ന് പറയുന്ന ചിന്താഗതികളൊക്കെ നിങ്ങൾക്ക് വരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഈ പരീക്ഷ ഞാൻ തോറ്റുപോയാൽ എന്ത് ചെയ്യും എന്നുള്ള ചിന്തമാണ്. അപ്പൊ ആ ചിന്ത മാറ്റാൻ വേണ്ടിയിട്ടുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് നമ്മൾ തരും. നിങ്ങളുടെ പരീക്ഷാ ഹാളിൽ കയറി കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ പരീക്ഷാ പേപ്പറിൽ മാത്രം നോക്കി പരീക്ഷ എഴുതാനുള്ള കാര്യങ്ങൾ നമ്മൾ അവിടെ ചെയ്തു തരുന്നതായിരിക്കും. അതിനാണ് നമ്മൾ മോട്ടിവേഷൻ ക്ലാസ്സുകൾ നൽകുന്നത്. ദിവസവും പരീക്ഷകൾ. ഈ പരീക്ഷകൾ എന്തിനാണെന്നറിയാമോ? നിങ്ങൾക്ക് പരീക്ഷാ പേടി ഒഴിവാക്കാൻ. നിങ്ങൾക്ക് തരുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് അന്നേ ദിവസം രാത്രി തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്തിരിക്കും, പരീക്ഷ നടത്തിയിരിക്കും. കാരണം പഠിപ്പിക്കുന്ന ആ ദിവസം പിറ്റേ ദിവസത്തെ ക്ലാസ്സിന് മുന്നേ നിങ്ങൾക്ക് ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കി പരീക്ഷ നിങ്ങൾക്ക് നടത്തിയിരിക്കും. പരീക്ഷയിൽ 50% കുറവ് മാർക്ക് മേടിക്കുന്നവരെ കൊണ്ട് എന്ത് ചെയ്തിരിക്കും, പിറ്റേ ദിവസം നമ്മൾ കൃത്യമായിട്ട് ആ ടോപ്പിക്കിനെ കുറിച്ച് പഠിച്ച് ഒരു ലൈവ് ക്ലാസ് മറ്റൊരു സമയത്ത് നമ്മൾ എടുപ്പിക്കുകയും ചെയ്യും. ഒരു ഉച്ച സമയത്ത് നമ്മളൊരു ലൈവ് ക്ലാസ് അവരെ കൊണ്ട് തന്നെ എടുപ്പിക്കുകയും ചെയ്യും. കാരണം നമ്മൾ തറവാക്കി തന്നെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ അകത്ത് പങ്കെടുത്ത് ഈ പറയുന്ന പൈസ അടച്ച് വിദ്യാവിധിയുടെ കോഴ്സിന് ജോയിൻ ചെയ്യുന്ന ഒരാളും തോക്കാൻ പാടില്ല. ഈ 200 പേർക്കും വിജയം ഉറപ്പാക്കിക്കൊണ്ടുള്ള ഒരു ക്ലാസ് തന്നെയായിരിക്കും വിദ്യാവിധി കൊടുക്കുക. കഴിഞ്ഞ കേട്ടറ്റ് സ്പെഷ്യൽ പരീക്ഷയിൽ വളരെ കുറച്ച് പേരെ വിജയിപ്പിച്ച ആ പരീക്ഷയിൽ, ഒരു കടുംപെട്ട് പരീക്ഷയാണ്, ആ പരീക്ഷയിൽ 45 അധ്യാപകരെ വിജയിപ്പിച്ച സ്ഥാപനമാണ് വിദ്യാവിധി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഫേസ്ബുക്കിലൊക്കെ കയറി നോക്കിയാൽ കാണാം. 45 പേരുടെ സർട്ടിഫിക്കറ്റ് അടക്കം ഞാൻ പരസ്യം ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവരൊക്കെ ചുമ്മാ ഫോട്ടോ വെച്ചിട്ട് ഇങ്ങനെ അവിടെ കിട്ടി ഇവിടെ കിട്ടി എന്ന് പറഞ്ഞ ഒരു ഫോട്ടോ തന്നെ 5-6 വെക്കുന്നിടത്ത് ഞാൻ സർട്ടിഫിക്കറ്റിന്റെ ഫോട്ടോ കൃത്യമായിട്ട് കോപ്പി ചെയ്ത് അങ്ങനെ തന്നെ വെച്ചിട്ടൊരു വീഡിയോ ചെയ്ത് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് പരിശോധിക്കാം. അപ്പൊ അതുകൊണ്ട് ദിവസവും നിങ്ങൾക്ക് പരീക്ഷ തരും. നിങ്ങൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ടെന്ന് നോക്കും. പഠിക്കാത്തവരെ പിറ്റേ ദിവസം കൃത്യമായിട്ട് നമ്മൾ പഠിപ്പിച്ചിട്ട് തന്നെ അടുത്ത ടോപ്പിക്കിലേക്ക് പോകും. പിന്നെ പ്രഗത്ഭരായ അധ്യാപകർ, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. വിദ്യാവീതിയിൽ ഈ വിജയം മുഴുവൻ സൃഷ്ടിക്കുന്നത് വിദ്യാവീതിയിലെ അധ്യാപകരാണ്. അപ്പം ഞാനിങ്ങനെ ഇരുന്ന് മറ്റേ നമ്മുടെ ഏതാണ് ലൂസിഫറിന്റെ അകത്ത് ഗോവർദ്ധൻ ഇരുന്ന് മറ്റേ വീഡിയോ ചെയ്യുന്ന പോലെ ഇരുന്ന് ഇങ്ങനെ വീഡിയോ ചെയ്യുക എന്നുള്ളതല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. പക്ഷേ വിദ്യാവീതിയിൽ കുറച്ച് ടീച്ചർമാരാണ്. ഓരോ വിഷയത്തിനും 2-ലധികം ടീച്ചർമാരാണ്. അവര് നിങ്ങൾക്ക് നല്ല ക്ലാസ്സുകൾ തരും. എല്ലാം എം.എഡ് കോളേജുകളിലൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചർമാരാണ്. നല്ല ക്വാളിറ്റിയാണ്. കേട്ടിട്ട് നെറ്റ് സെറ്റ് PhD വരെയുള്ള അധ്യാപകരാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. അല്ലാതെ നിങ്ങളുടെ ഒപ്പം പഠിക്കുന്ന TTC കഴിഞ്ഞ ആൾക്കാർ മാത്രമൊന്നുമല്ല. അവർ കുറഞ്ഞതാണെന്നല്ല പറയുന്നത്, അങ്ങനെയുള്ളവരല്ല പഠിപ്പിക്കുന്നത്. ചിലയിടത്തൊക്കെ നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കേട്ടറ്റിന്റെ സയൻസിന്റെ ക്ലാസ് എടുക്കുന്നത് ബിടെക് പഠിച്ച ആളൊക്കെയാണ്. അപ്പം അവർക്ക് അറിയത്തില്ല എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് എന്താണ് കിട്ടേണ്ടത് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന ഒരാളെ കൊണ്ട് വേണം നിങ്ങൾക്ക് ക്ലാസ് തരാൻ. എവിടെയെങ്കിലും പോയി ജോയിൻ ചെയ്തിട്ട് നമുക്ക് കാര്യമില്ല. അതുകൊണ്ട് ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള നിങ്ങൾക്ക് വേണ്ട അധ്യാപകരെയാണ് നമ്മൾ തന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ ഒരു ഓഫറും കൂടെ നിങ്ങൾക്ക് വെക്കാം. നമ്മുടെ ക്ലാസ് കണ്ടിട്ട്, നമ്മുടെ ഫീസ് അടച്ച് നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് നമ്മുടെ ക്ലാസ് കണ്ടിട്ട് 2-3 ദിവസം നിങ്ങൾ ക്ലാസ് കണ്ടിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തുറന്നു പറഞ്ഞു, ആ ഒറ്റ പൈസ മേടിക്കാതെ നിങ്ങൾക്ക് തിരിച്ചു തരും. നിങ്ങൾക്ക് വേറെ കേരളത്തിൽ ആരോടെങ്കിലും നിങ്ങൾ പോയി ചോദിച്ചു നോക്കിയാൽ കൊടുക്കുമെന്ന് ആരും തരികയില്ല. പക്ഷെ ഞാൻ തരും. കാരണം ഗ്യാരണ്ടിയാണ്. കാരണം ഇത് നിങ്ങളുടെ ജീവിത പ്രശ്നമാണ്. ഇത് കഴിഞ്ഞാൽ ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം നിങ്ങളുടെ മുന്നിൽ ഇല്ല. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇനി കുറുക്ക് വഴികളും എളുപ്പ വഴികളും ഇതെന്തോ ഉദ്ദേശിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലിച്ചു വാരിയൊന്നും പഠിപ്പിക്കും.
ആകെ 45 ദിവസം. ഒരു 8 ക്ലാസ് എങ്കിലും വെച്ചിട്ട് ഒരു വിഷയത്തിന് നമുക്ക് കിട്ടണം. അപ്പൊ തന്നെ നമുക്ക് 40 ക്ലാസ് ആയി. പിന്നെ ഉള്ള 5 ക്ലാസ്, ഈ 5 ക്ലാസ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും കലാശക്കൂട്ടിനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ എടുക്കും. അപ്പൊ നമുക്ക് ആകെ കിട്ടുന്ന ഈ പറയുന്ന കുറച്ച് ക്ലാസ്സുകൾ ഉണ്ടല്ലോ, ഈ കുറച്ച് ക്ലാസ്സുകളിൽ നിന്ന് വേണം നിങ്ങളെ നമുക്ക് വിജയിപ്പിക്കാൻ. അങ്ങനെ വിജയിപ്പിക്കുമ്പോൾ നമുക്ക് അവിടെ കൂടുതൽ ഇങ്ങനെ വലിച്ചു വാരി പഠിപ്പിക്കാനൊന്നും നമുക്കില്ല. നമ്മൾ എപ്പോഴും കുറുക്കു വഴികളിലൂടെ ആയിരിക്കും പോവുക. അതായത് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ എന്താ പറയുന്നത്, ക്ലിക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള, ഏറ്റവും എളുപ്പത്തിൽ നിങ്ങളുടെ മനസ്സിൽ ക്ലിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. അത് ഓരോ വിഷയത്തിലും, അപ്പൊ കണക്കായാലും ഇംഗ്ലീഷ് ആയാലും മലയാളം ആയാലും ഏത് വിഷയമായാലും അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് നൽകുക. പിന്നെ ഉള്ളത് ചോദ്യ പേപ്പർ വിശകലനം. ചോദ്യ പേപ്പർ വിശകലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2012 മുതൽ ഇങ്ങോട്ടേക്കുള്ള സകലമാന കേഡറ്റ് പരീക്ഷകളിലെയും ചോദ്യ പേപ്പർ നമ്മൾ പഠിച്ചിട്ട് ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങളും അല്ലാത്ത ചോദ്യങ്ങളും സെപ്പറേറ്റ് ആയിട്ട് തിരിച്ചിട്ട് അത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, വർക്കൗട്ട് ചെയ്യാൻ ഞങ്ങളത് നിങ്ങളെ കൊണ്ട് ഏകദേശം ആ ഒരു ചോദ്യ പേപ്പർ മുഴുവൻ നമ്മൾ വർക്കൗട്ട് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ഡെയിലി ടാസ്കുകളും കാര്യങ്ങളും ഒക്കെ തരുന്നത് അതിൽ നിന്നായിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നത്, ഈ ചെറിയ സമയം കൊണ്ട് ഒരുക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ വിദ്യാവീതിയിലെ ക്ലാസ് എന്നാണ് ആരംഭിക്കുന്നത്? വിഷു ദിനത്തിലാണ് ആരംഭിക്കുന്നത്. വിഷു ദിനം രാത്രി 8:30 നമ്മുടെ ക്ലാസ് ആരംഭിക്കും. നിങ്ങൾക്കറിയാം, നാളെ മുതലാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട തീയതി. തിരക്ക് പിടിക്കൊന്നും വേണ്ട, 19-ാം തീയതി വരെ സമയമുണ്ട്. അതിന്റെ പ്രിന്റ് എടുക്കേണ്ടത് 19-ാം തീയതിയാണ്. പിന്നെ ഈ പറയുന്ന 23 മുതൽ 30 വരെയാണ് അതിന്റെ വെരിഫിക്കേഷൻ ഡേറ്റ്. പിന്നെ ഹാൾ ടിക്കറ്റ് എടുക്കുന്നത് മെയ് 20-ാം തീയതിയാണ്. ഓക്കെ, ഇനി ഞാനിത് നിങ്ങളോട് പറയാനുള്ള കാര്യം, ചിലർ ചോദിക്കുന്നുണ്ട് ഈ ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റിനെ കുറിച്ചിട്ട് പല സംശയങ്ങളും. ഈ ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമുണ്ടോ എന്ന്. ഇതെല്ലാവർക്കും ആവശ്യമുണ്ട്. എന്തുകൊണ്ടാണ് ഇത് ആവശ്യം വരുന്നത്? ഇത് ഇപ്പൊ നിങ്ങൾക്ക് പെൻ നമ്പർ ഇല്ലാത്തവർക്ക് ഇപ്പൊ തന്നെ ഇതിന്റെ നമ്പർ ഇട്ട് മേടിക്കണം, ആപ്ലിക്കേഷൻ വെക്കുന്നതിന് മുമ്പ് തന്നെ. കാരണം ഇവിടെ ഇടുന്ന നമ്പർ വേണം എന്ത് ചെയ്യാൻ, നമ്മുടെ ആപ്ലിക്കേഷൻ വെക്കുമ്പോൾ അതിന്റെ അകത്തെ നമ്പർ പെൻ നമ്പർ അല്ലാതെ ആപ്ലിക്കേഷൻ നമ്പർ ആയിട്ട് കൊടുക്കാൻ. പിന്നെ അതുപോലെ ഇവിടെ നിങ്ങളുടെ ഫോട്ടോ ഒട്ടിച്ചിട്ട് അതിന്റെ മുകളിൽ ഒപ്പിടേണ്ടത് നിങ്ങളുടെ HM ആണ്. ഇനി അതുപോലെ തന്നെ താഴെ ഒപ്പിടേണ്ടതും HM ആണ്. ഗവൺമെന്റ് സ്കൂളിന് മാനേജർ ഇല്ല, അതുകൊണ്ട് HM മാത്രം ഇട്ടാൽ മതി. എയ്ഡഡ് സ്കൂളുകൾക്കാണെങ്കിൽ HM-ഉം മാനേജറും ഒപ്പിട്ടിരിക്കണം. ഇത്രയേ ഉള്ളൂ ഇതിന്റെ കഥ എന്ന് പറയുന്നത്. ഇനി ഞാൻ പറഞ്ഞു, വിദ്യാവീതിക്ക് ആകെ 200 സീറ്റുകളേ ഉള്ളൂ. ആ ഒരു സീറ്റിൽ നിങ്ങളായിരിക്കണം ഇരിക്കേണ്ടത്. ആ വിജയിക്കേണ്ട ആള് നിങ്ങളായിരിക്കണം. ആ ഒരു ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ, വിദ്യാവീതിയിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ, ഈ പറയുന്ന എന്നിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് പൈസ അടച്ച് അഡ്മിഷൻ എടുക്കാൻ നിങ്ങളെ ജയിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. പക്ഷെ ഞാൻ കേൾക്കുമ്പോൾ ഒരു കാര്യം കൂടി പറയാം, നിങ്ങൾ മെനക്കെടാതെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ആപ്ലിക്കേഷനോ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച് ഗൂഗിൾ മീറ്റിന്റെ ക്ലാസ്സും തുറന്നു വെച്ചിട്ട് നിങ്ങൾ അവിടെ മീൻ മേടിക്കാനും അരി വറക്കാനും പോയി കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾ ജയിക്കില്ല. നിങ്ങൾ ജയിക്കണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു ബോധ്യം വേണം, ഈ പരീക്ഷ എനിക്ക് ജയിക്കണം, ഞാൻ ഈ ക്ലാസ്സിൽ എന്ന് പറഞ്ഞ് നിങ്ങൾ ഇരുന്നാൽ, ഒരു പുതിയ ബുക്ക് മേടിച്ച് നിങ്ങൾ നോട്ട് എഴുതി തുടങ്ങിയാൽ നിങ്ങളെ വിജയിപ്പിക്കാൻ എനിക്ക് പറ്റും. 100% ഞാൻ വിജയിപ്പിക്കും. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം. ഒരുപാട് കോളുകൾ വരുന്നത് കൊണ്ടാണ് വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് നിങ്ങളുടെ അഡ്മിഷൻ എടുക്കാം. ഓക്കെ, അപ്പം നമുക്ക് ക്ലാസ് തുടങ്ങുന്ന ദിവസം കാണാം. 200 സീറ്റാണുള്ളത്, അതുകൊണ്ട് ആദ്യം തന്നെ അഡ്മിഷൻ എടുക്കുന്നവർക്ക് മാത്രമായിരിക്കും. നമുക്ക് ഒരുപാട് പേരെ, ആള് കൂടിയ പാമ്പ് ചാവൂല, അതുകൊണ്ടാണ്. നമുക്ക് എല്ലാവരെയും പഠിപ്പിക്കണമെന്നുണ്ട്, ഫീസൊക്കെ കുറച്ച് പഠിപ്പിക്കണമെന്നുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ 400-500 പേർക്ക് വളരെ ഫീസ് കുറച്ച് പഠിപ്പിച്ചാൽ നമുക്ക് ഒരുപാട് പേരെ പഠിപ്പിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ എടുക്കുന്നവരെ വിജയിപ്പിക്കണം നമുക്കൊരു ആഗ്രഹമുണ്ട്. ആ ഒരു ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ കുറച്ചേക്കുന്നത്. അപ്പൊ വേറെ കുറച്ച് കാണരുത്, ഇതിലൊക്കെയുള്ളൂ ഇതിന്റെ കഥ. ഓക്കെ, അപ്പൊ നമുക്ക് തിങ്കളാഴ്ച വിഷു ദിനത്തിന്റെ രാത്രി 8:30 കാണാം. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും വിജയാശംസകൾ.